ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് പുതുതലമുറകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് വിവാഹത്തിനു മുമ്പുള്ള കാണലുകളും സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റിങ്ങുകളും. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിന്റെ അനുവദനീയമായ വശങ്ങൾ ഏത്, ഇസ്ലാം എതിർക്കുന്ന വശങ്ങൾ ഏത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്ന കാര്യങ്ങളുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂമുസ് സഈറുൽ മാഹി റഹിമഹുല്ലാ അവിടുത്തെ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. യുസന്നു ലി മുരീദി നിക്കാഹ് ഇംറഅത്തിൻ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് സുന്നത്താണ് നദുറു മാ ലൈസ ബി ഔറത്തിൻ ഫിസ്സല, നിസ്കാരത്തിൽ ഒരു പെണ്ണിന്റെ ഔറത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന ഭാഗങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അല്ലാത്ത ഭാഗങ്ങൾ കാണുക. നിസ്കാരത്തിൽ ഒരു സ്ത്രീയുടെ ഔറത്ത് അവളുടെ മുഖവും രണ്ട് മുൻകൈയും, ഇത് രണ്ടും അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്താണ്. എന്നാൽ ഈ മുഖവും മുൻകൈയും ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ മുഖവും മുൻകൈയും കാണൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു. എത്രത്തോളം? ഇല്ലം തഅ്ദൻ ഹിയ വ വലിയുഹ, അവളോ അല്ലെങ്കിൽ അവളുടെ രക്ഷിതാവോ ഇതിന് സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങിയിട്ടില്ല, എന്നാലും ശരി, അവളുടെയോ അവളുടെ രക്ഷിതാവിന്റെയോ സമ്മതം ഇതിൽ ആവശ്യമല്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇസ്ലാം ശറഅാക്കിയത്, സുന്നത്താണെന്ന് ഇസ്ലാം പറയാൻ കാരണം ലിയതബയ്യന ലഹു ഹൈഅതുഹ, ഇവന് വ്യക്തമായി അവളുടെ രൂപങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. മാത്രവുമല്ല ഫല യന്തമു ബഅദഹു, വിവാഹത്തിന് ശേഷമാണ് അവളെ കാണുന്നതെങ്കിൽ അവളുടെ മുഖത്തിനോ അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും അയ്ബുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് യഥാർത്ഥത്തിൽ അവളുടെ മുഖവും അവളുടെ മുൻകൈയും ഇത് വിവാഹത്തിന് മുമ്പ് ഒരു ആണിന്, വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആണിന് കാണൽ സുന്നത്താണെന്ന് പറയാനുള്ള കാരണം. അത് എങ്ങനത്തെ പുരുഷനായിരിക്കണം? പുരുഷൻ ബഅദ അസ്മിൻ അല നിക്കാഹിഹ, അവളെ വിവാഹം ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആളായിരിക്കണം. അല്ലാതെ പെണ്ണുങ്ങളെങ്ങനെ കാണാൻ വേണ്ടി വീട് വീടാന്തരം കേറി ഇറങ്ങിയിട്ട് കാണുക എന്ന് പറഞ്ഞത് ഇസ്ലാം ശറഅാക്കിയിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അവളുടെ മുൻകൈയും മുഖവും കാണൽ അനുവദനീയമാണ്. ഇതിന് ഇസ്ലാം പറയുന്ന പേരാണ് ഖിത്ബത്ത്, പെണ്ണ് കാണൽ ചടങ്ങ് എന്ന്. ഇത് ഇസ്ലാം സുന്നത്താക്കിയ കാര്യമാണ്. പല നാടുകളിലും ഈ ഒരു വിഷയം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ന് ചില ഖിത്ബത്ത്, പെണ്ണ് കാണൽ ചടങ്ങുകൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ട് മറ്റു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അഥവാ നീണ്ടകാലത്തെ ചാറ്റിങ്ങുകളിലേക്കും നീണ്ടകാലത്തെ കാണലുകളിലേക്കും സോഷ്യൽ മീഡിയ വഴി നീണ്ടകാലത്തെ ബന്ധങ്ങളിലേക്കും ഈ ഖിത്ബത്തിനെ പരിഷ്കരിക്കപ്പെട്ട് എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇതൊന്നും സുന്നത്തായ കാര്യം അല്ല. സുന്നത്ത് വിവാഹം ഉറച്ചു കഴിഞ്ഞാൽ ആ കാണലാണ് യഥാർത്ഥത്തിൽ സുന്നത്തായിട്ട് വരുന്നത്. അഥവാ വഖബല ഖിത്ബത്തിൻ, പെണ്ണ് കാണൽ ചടങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ ആ ഉറയ്ക്കുന്നതിന്റെ മുമ്പാണ് പെണ്ണിനെ വേണ്ട രൂപത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി കാണേണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷം അവന് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വിവാഹം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവന് കാണലും ഇവന് സംസാരിക്കലും ഇസ്ലാം സുന്നത്താക്കുന്നത്, അത് തെറ്റല്ലാത്ത രൂപത്തിലാവുന്നത് കല്യാണത്തിന്, വിവാഹത്തിന് ശേഷമാണ്. അതിനു മുമ്പുള്ളതൊന്നും സുന്നത്ത് അല്ല, ഈ ഖിത്ബത്ത് അല്ലാത്തതൊഴികെ. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന രൂപത്തിലുള്ള ഫോൺ വിളികൾ, അതുപോലെ തന്നെ ചാറ്റിങ്ങുകൾ, എന്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.